Good morning all. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അതിൻ്റെ തിയറി ആയിരുന്നു പഠിച്ചത്. അതിൻ്റെ രണ്ട് പ്രോബ്ലംസും മറ്റ് രണ്ട് പ്രോബ്ലംസുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. A system of parallel forces is acting on a rigid bar as shown in figure. Reduce this system into a single force and a couple at A, a single force and a couple at B. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബീം. ആ ബീമിനകത്ത് 4 കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. എല്ലാം വെർട്ടിക്കൽ ലോഡ്സ് ആണ്. കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലോഡിനെയാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 50 ന്യൂട്ടൺ അപ്വേർഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് 2 മീറ്റർ മാറി സി എന്ന പോയിന്റിൽ 250 ന്യൂട്ടൺ ഡൗൺവേർഡ്സ്. ദെൻ അഗെയിൻ 2 മീറ്റർ മാറിയിട്ട് 130 ന്യൂട്ടൺ അപ്വേർഡ്സ്. ദെൻ 3 മീറ്റർ മാറിയിട്ട് 25 ന്യൂട്ടൺ ഡൗൺവേർഡ്സ്. ഇത്രയും ഫോഴ്സസ് ആണ് ബീമിൽ ആക്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിനെ ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടത്? സിംഗിൾ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അറ്റ് എ. അപ്പോൾ ഈ ഹോൾ ഫോഴ്സിനെ മാറ്റിയിട്ട് ഒരൊറ്റ ഫോഴ്സും കപ്പിളും എയിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. ദെൻ സിംഗിൾ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അറ്റ് ബി. ഈ ഫോഴ്സിനെ എല്ലാം മാറ്റിയിട്ട് ബിയിൽ ഒരൊറ്റ ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ സിംഗിൾ ഫോഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിംഗിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, സോ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കുക, റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഓൺലി വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിഗ്മ എഫ് എക്സ് ഉണ്ടായിരിക്കില്ല. സിഗ്മ എഫ് എക്സ് ഇസ് 0, സിഗ്മ എഫ് വൈ ഇസ് 50 മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു, -250 താഴേക്ക്, +130 മുകളിലേക്ക്, -25 താഴേക്ക്. സോ സിഗ്മ എഫ് വൈ ഇസ് -95 ന്യൂട്ടൺ. റിസൾട്ടൻ്റ് ഇസ് √ sigma fx square plus sigma fy square. So the value is 95 Newton. അപ്പോൾ റിസൾട്ടൻ്റ് വാല്യൂ 95 ന്യൂട്ടൺ ആണ്. അത് ആക്ട് ചെയ്യുന്നത് -95 ആയതുകൊണ്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും. So magnitude of the resultant is 95 Newton. Direction of the resultant is vertically downwards. ഇനി ആ റിസൾട്ടൻ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാരിഗ്നൻസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. എന്താ വാരിഗ്നൻസ് തിയറം പറയുന്നത്? മൊമെന്റ് ഓഫ് ദ റിസൾട്ടൻ്റ് about a point will be equal to the sum of the moments of the component forces about the same point. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളപ്പോൾ എയിൽ നിന്ന് എക്സ് മീറ്റർ മാറിയാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടൻ്റിൻ്റെ വാല്യൂ നമുക്കറിയാം 95 ആണെന്ന്. എന്തുകൊണ്ടാണ് അതിനെ താഴോട്ട് മാർക്ക് ചെയ്തത്? അത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെ മനസ്സിലായി? സിഗ്മ എഫ് വൈയുടെ സിമ്പൽ മൈനസ് ആയതുകൊണ്ട്. ഓക്കെ, സോ റിസൾട്ടൻ്റ് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ ഇനി വാരിഗ്നൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. മൊമെന്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് എ. റിസൾട്ടൻറ്റിന് എക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരിക്കും? r ഇൻറ്റു എക്സ്. അത് താഴോട്ടായതുകൊണ്ട് തന്നെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ +r ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി മൊമെന്റ്സ് ഓഫ് ദ കമ്പോണൻറ്റ് ഫോഴ്സസ്. കമ്പോണൻറ്റ് ഫോഴ്സസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റിൻ്റെ സം. എ അവിടെ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, കാരണം എക്ക് അബൌട്ടായിട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. എയിലൂടെ തന്നെയാണ് 50 ന്യൂട്ടൺ പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് മൊമെന്റ് ഇല്ല. 250 ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എത്രയായിരിക്കും? ക്ലോക്ക് വൈസ് ആണ്, +250 ഇൻറ്റു 2. അടുത്ത 130 ക്രിയേറ്റ് ചെയ്യുന്ന എത്രയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, -130 ഇൻറ്റു 4. ഈ 25 ക്രിയേറ്റ് ചെയ്യുന്നത് താഴോട്ടാണ്, അതുകൊണ്ട് ക്ലോക്ക് വൈസ് ആണ്. സോ +25 ഇൻറ്റു 7. So r into x is equal to 250 into 2 minus 130 into 4 plus 25 into 7. rൻ്റെ വാല്യൂ നമുക്കറിയാം 95 ആണെന്ന്. സോ 95 into x is equal to 155 ന്യൂട്ടൺ മീറ്റർ. സോ അതിൽ നിന്ന് x will be equal to 1.632 മീറ്റർ. അതായത് എയിൽ നിന്ന് 1.632 മീറ്റർ മാറിയാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ സിക്ക് മുന്നേ ആണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അത് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് എക്സ് എന്ന് അതിനെ വിളിച്ചത്. ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, 1.632 മീറ്റർ. അപ്പോൾ ഈ ഹോൾ ഫോഴ്സ് സിസ്റ്റത്തിനെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ പാർട്ടിൽ പറയുന്നത് സിംഗിൾ ഫോഴ്സ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സിംഗിൾ ഫോഴ്സ് ആക്കി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും?
The force system can be reduced to a single vertical force acting downwards at 1.632 meter from A. അപ്പോൾ എയിൽ നിന്ന് 1.632 മീറ്റർ മാറി 95 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഈ ഹോൾ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാം അല്ലേ. ആ 95 ന്യൂട്ടൺ ആണ് അതിൻ്റെ നെറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ്. അത് ആക്ട് ചെയ്യുന്ന പോയിന്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ആ ഫോഴ്സ് സിസ്റ്റത്തിനെ നമ്മൾ ഒരു സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് എ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ തിയറിയിൽ അത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബീമിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഫോഴ്സിനെയും മാറ്റി നമ്മൾ സിംഗിൾ ഫോഴ്സ് ആക്കിയപ്പോൾ എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇ എന്ന് വിളിച്ചേക്കുന്നത്. 95 ന്യൂട്ടൺ ആണ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നത്. 1.632 മീറ്റർ മാറിയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എന്താക്കണം? സിംഗിൾ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അറ്റ് എ. ഇതിനെ എയിലുള്ള ഒരു ഫോഴ്സും കപ്പിളും ആക്കി മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 95 ന്യൂട്ടൺ ആയതുകൊണ്ട് എയിൽ താഴോട്ട് 95ഉം മുകളിലേക്ക് 95ഉം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് നെറ്റ് എഫക്റ്റ് വിൽ ബി 0. അപ്പോൾ ഇതിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് മുകളിലേക്കും താഴേക്കും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഈ പോയിന്റിൽ നമ്മൾ കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇതിന് ഇനി എങ്ങനെ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഏതൊക്കെ തമ്മിലാണ് കപ്പിൾ ഫോം ചെയ്യുന്നത്? ഇവിടെയുള്ള ഡൗൺവേർഡ്സ് 95ഉം ഇവിടെയുള്ള അപ്വേർഡ്സ് 95ഉം തമ്മിൽ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നു അല്ലേ. ആ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 95 ഇൻറ്റു 1.632. അപ്പോൾ ഈ 95നെയും മാറ്റിയിട്ട് അവിടെ നമുക്കൊരു കപ്പിൾ കൊടുക്കാം. 95 ഇൻറ്റു 1.632 എന്ന മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു കപ്പിളിനെ വെച്ചിട്ട് നമുക്ക് ഈ എയിലുള്ള അപ്വേർഡ് 95ഉം ഇയിലുള്ള ഡൗൺവേർഡ് 95നെയും കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ അവിടെ ബാക്കി എന്താ ഉള്ളത്? എയിൽ ഡൗൺവേർഡ്സ് ആയിട്ടൊരു 95 ന്യൂട്ടൺ ഉണ്ട്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അല്ലേ. അത് കപ്പിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. കപ്പിൾ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന് മാത്രമാണ് ഉണ്ടാവുന്നത്. So the downward force at E and the upward force at A, both 95 Newton, form a clockwise couple of magnitude 95 into 1.632, which is equal to 155.05 Newton meter. This couple acting along with the 95 Newton force acting downwards at A become a force couple system at A. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബീമിലുണ്ടായിരുന്ന 4 ഫോഴ്സിനെ റീപ്ലേസ് ചെയ്ത് 95 എന്ന് മാറ്റി. ഇനി ആ 95ന് പകരം എയിലുള്ള ഫോഴ്സും മൊമെൻറ്റുമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയിൽ 95 അപ്വേർഡും ഡൗൺവേർഡും കൊടുത്തു. അതിനകത്ത് കപ്പിൾ ഫോം ചെയ്യാൻ ആവശ്യമുള്ള ഫോഴ്സിനെ മാത്രം എടുത്തു. അതായത് ഇയിൽ വരുന്ന ഡൗൺവേർഡ് ഫോഴ്സും എയിൽ വരുന്ന അപ്വേർഡ് ഫോഴ്സും കൂടെ അവിടെ ഒരു ക്ലോക്ക് വൈസ് കപ്പിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ കപ്പിളും എയിൽ ബാക്കിയുള്ള ഡൗൺവേർഡ് ഫോഴ്സ് 95 ന്യൂട്ടണും കൂടെ ചേർന്നാണ് എയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് കപ്പിൾ സിസ്റ്റമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിൻ്റെ തേർഡ് പോസ്റ്ററിലേക്ക് പോകാം. വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഫോഴ്സ് ഇൻ ടു എ സിംഗിൾ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അറ്റ് ബി. അപ്പോൾ സെക്കൻഡ് നമ്മൾ ചെയ്തത് സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് എ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് ബി ആക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 95 ന്യൂട്ടൺ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ട്. ബിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ബിയിൽ അപ്വേർഡും ഡൗൺവേർഡും ഒരു 95 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കപ്പിൾ ഫോം ചെയ്യുന്ന ഏതൊക്കെ തമ്മിലാണ്? ഇവിടുള്ള ഡൗൺവേർഡ് 95ഉം ഇവിടുള്ള അപ്വേർഡ് 95ഉം തമ്മിലാണ് അവിടെ കപ്പിൾ ഫോം ചെയ്യുന്നത്. ഫോം ചെയ്യുന്ന എന്ത് ടൈപ്പ് കപ്പിളാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ. സോ 95 ഇൻറ്റു ആ ഡിസ്റ്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ ബീം ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് 1.632 പറഞ്ഞു. സോ 7 മൈനസ് 1.632 5.368 ആണ് ഇത്രയും ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 95 ഇൻറ്റു 5.368 509.96 ന്യൂട്ടൺ മീറ്റർ ആണ്. The downward force at E and the upward force at A, both 95 Newton, form an anti-clockwise couple. Moment of the couple is 509.96 Newton meter. This couple along with the 95 Newton force acting downwards at P. അപ്പോൾ കപ്പിൾ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഈ 95നെ ഈ അപ്വേർഡ് 95നെ യൂസ് ചെയ്തു. ബാക്കി വരുന്നത് എന്താണ്? ഈ ബിയിലുള്ള ഡൗൺവേർഡ് 95 അങ്ങനെ തന്നെ നിൽക്കും. സോ നമ്മളിതിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ബിയിൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് 95 ന്യൂട്ടണും
അവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിള് ഓഫ് മാഗ്നിറ്റ്യൂഡ് 95 into 5.368 Newton meter. So this couple along with 95 Newton force acting downwards at B becomes a force coupled system at B. അപ്പോൾ ആ ഹോൾ ബീമിൽ ആദ്യം 4 ഫോഴ്സ് ഉള്ളതിനെ റീപ്ലേസ് ചെയ്ത് റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചു. ദെൻ ആ റിസൾട്ടൻറ്റിനെ നമ്മൾ ബിയിലുള്ള ഒരു ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് എക്സ്പ്രസ് ചെയ്തു. Next question. A system of parallel forces and a couple are acting in a horizontal rod AD which is fixed at A as shown in figure. Determine the resultant of the system and reduce it to a force coupled system at D. അപ്പോൾ ഇങ്ങനെയൊരു ഫോഴ്സ് സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഡിയിലുള്ള ഒരു ഫോഴ്സ് കപ്പിൾ സിസ്റ്റമായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ റിസൾട്ടൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിഗ്മ എഫ് എക്സ് ഈസ് 0, സിഗ്മ എഫ് വൈ ഈസ് -20 -30 is equal to -50. റിസൾട്ടൻ്റ് ഈസ് 50 കിലോ ന്യൂട്ടൺ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, മൈനസ് ആയതുകൊണ്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ റിസൾട്ടൻ്റ് എക്സ് മീറ്റർ മാറി ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് വാരിഗ്നൻസ് തിയറം ഉപയോഗിക്കുന്നു. റിസൾട്ടൻറ്റിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് കമ്പോണൻസിൻ്റെ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബീമിൽ തന്നെ ഒരു മൊമെൻ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലെ മൊമെൻ്റ് ഓഫ് ദ കമ്പോണൻസ് എടുക്കുമ്പോൾ ആ മൊമെൻറ്റിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ എന്താണ് മൊമെൻ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ്, ദാറ്റ് ഈസ് R into X is equal to മൊമെൻ്റ് ഓഫ് ദ കമ്പോണൻറ്റ് ഫോഴ്സസ് എബൌട്ട് A. 20യുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് 20 into 2. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വീണ്ടും നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സോ അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് +10. ഇനി ഇവിടെ 30യുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് 30 into 4. അപ്പോൾ ഇതിൽ നിന്ന് റിസൾട്ടൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 50. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കിട്ടും 3.4 മീറ്റർ. അതായത് എയിൽ നിന്ന് 3.4 മീറ്റർ മാറിയാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എയിൽ നിന്ന് 3.4 മാറ്റി റിസൾട്ടൻറ്റ് ഫോഴ്സ് 50 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ എന്താ റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഈ 50 കിലോ ന്യൂട്ടനെ മാറ്റി ഡിയിലുള്ള ഒരു ഫോഴ്സും മൊമെൻറ്റുമായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഡിയിൽ നിന്ന് റിസൾട്ടൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങ് മാർക്ക് ചെയ്തിടാം. നമുക്കറിയാം ടോട്ടൽ ബീമിൻ്റെ ലെങ്ത് 4 മീറ്റർ ആണ്. റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 3.4 മീറ്റർ ആണ്. സോ ബാക്കി വരുന്നത് 0.6 മീറ്റർ ആണ്. അപ്പോൾ ഈ 50 കിലോ ന്യൂട്ടനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിയിൽ ഒരു അപ്വേർഡും ഡൗൺവേർഡും 50 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ആരോ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഇയിലുള്ള 50 കിലോ ന്യൂട്ടണുമായിട്ട് കപ്പിൾ ഫോം ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇവിടുത്തെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ആരോ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഡിയിൽ 50 ഡൗൺവേർഡ്സും 50 അപ്വേർഡ്സും ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. For reducing the force system to a force coupled system at D, two equal and opposite forces are introduced at D. The downward force 50 kN at E and the upward force 50 kN at D form a couple. ഇവിടെ കപ്പിൾ ഉണ്ടാകുന്ന ഏതൊക്കെ തമ്മിലാണ്? ഇയിൽ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന 50 കിലോ ന്യൂട്ടണും ഡിയിൽ അപ്വേർഡ് ആക്ട് ചെയ്യുന്ന 50 കിലോ ന്യൂട്ടണും തമ്മിൽ അവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ ഫോം ചെയ്യും. ആ കപ്പിളിൻ്റെ മൊമെൻ്റ് എത്രയാണ്? 50 into 0.6. സോ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ വിത്ത് മൊമെൻറ്റ് 50 into 0.6ഉം പിന്നെ അവിടെ ബാക്കി എന്താ ഉള്ളത്? ആ 50 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ? സോ 50 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ് അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഹോൾ ബീമിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഡിയിലുള്ള ഒരു ഫോഴ്സും കപ്പിളും ആക്കാനായിട്ട് ഡിയിൽ ഡൗൺവേർഡ്സ് ആയിട്ട് ഒരു 50 കിലോ ന്യൂട്ടണും 50 into 0.6 മൊമെൻറ്റ് വാല്യൂ വരുന്ന രീതിയിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളുമായിട്ടാണ് അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് റീപ്ലേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 3 parallel forces F1, F2, F3 are acting on a beam AB as shown in figure. If the body is in equilibrium with F1 is equal to 25 kN and F2 is 15 kN, determine the magnitude and position of the force F3 given the length of the beam is 5 meter. അപ്പോൾ ഇവിടെ ഒരു ബീമിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. F1, F2, F3. F1ൻ്റെ F2ൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ട് എത്രയാണെന്ന്. F3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നേക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് ഈ ബീം ഇക്വിലിബ്രിയത്തിലാണ് എന്നത് മാത്രമേ ഉള്ളൂ.
ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സിഗ്മ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നമുക്ക് since the system is in equilibrium, these three equations have to be satisfied. എം എ എന്ന് ഞാനിവിടെ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, ആദ്യം ഇപ്പോൾ ഇതിനകത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിഗ്മ എഫ് എക്സ് 0 തന്നെയാണ്. സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ F3 ആണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. സോ പ്ലസ് F3 മൈനസ് 25 മൈനസ് 15 ഇസ് ഈക്വൽ ടു 0. സോ ഫ്രം ദിസ് F3 ഇസ് ഈക്വൽ ടു 40 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഈ F3 എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. സോ F3 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എയിൽ നിന്ന് എക്സ് മീറ്റർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നു. എന്തിനാണ് ഈ F3 ആക്ട് ചെയ്യുന്ന പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട്? സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0. സോ മൈനസ് F3 ഇൻറ്റു എക്സ്, F3 മുകളിലേക്കാണ്, സോ ക്രിയേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. മൈനസ് F3 ഇൻറ്റു എക്സ് പ്ലസ് 15 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 0. എയിലുള്ള 25 കിലോ ന്യൂട്ടൺ അവിടെ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെയുള്ള രണ്ട് ഫോഴ്സസ് F2 15 കിലോ ന്യൂട്ടണും F3 മാത്രമാണ്. F3 മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു, 40 ആണ്. സോ മൈനസ് 40 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് 75. സോ എക്സ് ഇസ് ഈക്വൽ ടു 1.875 മീറ്റർ. അപ്പോൾ F3യുടെ മാഗ്നിറ്റ്യൂഡും ലൊക്കേഷനുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഈസ് 40 കിലോ ന്യൂട്ടൺ ആക്ടിങ് അപ്വേർഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.875 meters from A. Next question. Check whether the following force system shown in figure is in equilibrium. If not, how it can be brought to equilibrium. അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സിഗ്മ എഫ് എക്സ് എന്തായാലും 0 ആണ്, കാരണം ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ല. സോ സിഗ്മ എഫ് എക്സ് ഇസ് 0. ഇനി സിഗ്മ എഫ് വൈ നോക്കിക്കേ. സിഗ്മ എഫ് വൈ ഇസ് മൈനസ് 100 പ്ലസ് 200 പ്ലസ് 300 മൈനസ് 550 പ്ലസ് 150. സോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് വൈയും 0 വരുന്നുണ്ട്. ഇനി നമുക്ക് മൊമെൻറ്റ് അബൌട്ട് എ ആണ് നോക്കേണ്ടത്, കാരണം ഇത് രണ്ടും 0 ആയെന്ന് കരുതി ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ പറ്റില്ല. മൊമെൻറ്റും കൂടെ 0 ആകണം. സോ മൊമെൻറ്റ് അബൌട്ട് എ ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 ന്യൂട്ടൺ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. സോ മൊമെൻറ്റ് ഒന്ന് പറഞ്ഞ ഇക്വേഷൻ, സിഗ്മ എം എ ഇസ് ഈക്വൽ ടു മൈനസ് 200 ഇൻറ്റു 1.5 മൈനസ് 300 ഇൻറ്റു 3.5 പ്ലസ് 550 ഇൻറ്റു 5 മൈനസ് 150 ഇൻറ്റു 6, ദാറ്റ് ഈസ് 500 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ സിഗ്മ എം എ എന്ന് പറയുന്നത് 0 അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സിസ്റ്റം ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലല്ല. അപ്പോൾ ഇതിനെ ഇനി ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന നെറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ 500 ന്യൂട്ടൺ മീറ്റർ തന്നെയുള്ള ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് വെച്ച് നമുക്കതിനെ ബാലൻസ് ചെയ്ത് ഇതിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാം. Though sigma fx is equal to 0, sigma fy is equal to 0, sigma ma is not equal to 0. That is, there is a resultant clockwise moment of 500 Newton meter. Therefore, the force system can be brought to equilibrium. ഇപ്പോൾ റിസൾട്ടൻറ്റ് മൊമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നിലവിൽ ഇക്വിലിബ്രിയത്തിലല്ല. ഇനി അതിനെ എങ്ങനെ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. The force system can be brought to equilibrium by applying an anti-clockwise couple of 500 Newton meter. അപ്പോൾ ഇവിടെ ഉള്ളത് ക്ലോക്ക് വൈസ് കപ്പിളാണ്, മൊമെൻ്റ് ആണ് 500 ന്യൂട്ടൺ മീറ്റർ. അതിനെ നമുക്കൊരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളായ 500 ന്യൂട്ടൺ മീറ്റർ കൊടുത്ത് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.